തലയുടെ മഹിമയാണ് ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ തിളക്കമുള്ള ആളെന്ന് പറയുന്നത്. ഗുരു എന്ന് പറയാം. ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു തലയാണ്. ആ തലയിൽ പ്രകാശിച്ചത് പരിശുദ്ധാത്മാവാണ്. ആ ജീവാത്മാവും പരിശുദ്ധാത്മാവുമായിട്ട് നിരന്തര കണക്ഷൻ ഉണ്ട്. അത് സാധനയാണ് ഞങ്ങൾ പറയുന്നത്. മറ്റേ ഗുരുനാഥൻ ഇപ്പോൾ പറഞ്ഞത് പാരസ്പര്യം. അദ്ദേഹം സാധന ചെയ്യുന്നുണ്ട്. ആരെ? ആ പടച്ചു വിട്ട ആ ചൈതന്യത്തോട് നീതി പുലർത്തുന്നു. ഇനി സത്യം വിളമ്പുന്നവർക്കാരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ? ഇല്ല. സത്യത്തിൻ്റെ മാർഗത്തിൽ പോകുന്നവൻ വെള്ളം കുടിക്കാതെ മരിക്കൂ. അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവകാര്യം ആർക്കും വേണ്ട. 500 രൂപ എടുത്ത് കാണിച്ചാൽ ഒരു എന്താ പറയുക, ഒരുവൻ്റെ ഉരുപ്പടി എടുത്ത് കാണിച്ചാൽ ആരും ചതിക്കുന്ന കാലഘട്ടമാണ്. അവിടെ മനുഷ്യത്വം അവിടെ ഉടനെ മരവിക്കുകയാണ്. എനിക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം അനുജൻ തട്ടിപ്പറിക്കുമ്പോൾ അവിടെ സംഘർഷം നടക്കുകയാണ്. പക്ഷേ ഇത് പുറമേയുടെ ഇവിടെ ഈ പറയുന്ന ആൾ കുറവാണ്, അത് വാസ്തവമാണ്. പക്ഷേ ഇത് സാഹോദര്യം കൂടെ ഇല്ലേ? ഇവിടെ വെട്ടാനും കുത്താനും പഠിപ്പിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ നിറ സാന്നിധ്യം എന്ന് പറഞ്ഞ ശുദ്ധ പ്രേമമാണ്, സ്നേഹമാണ്, ഭക്തിയാണ്, ഇഷ്ടമാണ്. പക്ഷെ അതിന് വേറെ അർത്ഥം കാണരുത്. അത് ശാരീരിക പ്രണയമൊന്നുമല്ല. ഇത് പുറം ലോകം നമ്മൾ കാണുന്നത് പുറം കാഴ്ച. പിന്നെ കണ്ണടച്ചു നോക്കിയാൽ അകത്തൊരു കാഴ്ചയുണ്ട്, മനോലോകം ഇല്ലേ? നമ്മൾ കണ്ണടച്ചാൽ 1ാം ക്ലാസ്സിൽ പഠിച്ചത് എവിടെ പഠിച്ചതെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സൂക്ഷ്മ ഒരു തലമുണ്ട്, ധ്യാനതലം, ഈ ആത്മീയമായ കാര്യങ്ങൾ. അത് ആത്മലോകം. പ്രകാശമായിട്ട് നമ്മൾ നിരന്തരം ഒരു കണക്ഷൻ വന്നാൽ, ഞാൻ നിരാശയല്ല, ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, സത്യം അതല്ലേ? ഇവിടെ ആരെങ്കിലും ഈ കാണുന്ന എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, കൊണ്ടുപോകുമോ? ഉറങ്ങുന്ന നിമിഷം നമുക്ക് ഏത് ബന്ധുത്വമുണ്ട്? അപ്പോൾ 3 ബിന്ദുക്കൾ സംഗമിക്കുമ്പോൾ യോഗം ഉണ്ടാവും. അരൂപമായ ഒരു സത്യം, നമ്മളാരും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമാണ് ദൈവം. അത് ശരീരതത്വത്തിലിരിക്കുന്ന ഒരാളിൽ പകർന്നു കൊടുക്കുന്ന ഇടനിലക്കാരനാണ് ഗുരു. ഗുരുവിനെയും ദൈവത്തെയും അഹങ്കാരത്തിന് ഇഷ്ടമില്ല. അഹങ്കാരം വളർന്നു കഴിഞ്ഞാൽ ചോറ് കൊടുക്കുന്ന കൈക്ക് കൊത്തും. അത് പാമ്പായാലും മനുഷ്യൻ്റെ രൂപം എടുത്തു വന്നവരായാലും. നിത്യം നമ്മൾ ചോദിക്കുന്നതെല്ലാം കുട്ടിക്ക് കൊടുത്താൽ അവൻ്റെ നിർബന്ധം വളരും. ഒരു ദിവസം കൊടുക്കാതിരുന്നാൽ ഈ കൊടുക്കാതിരിക്കുന്ന ആളിനെ എങ്ങനെ, അത് നിങ്ങളെ മനസ്സിനെ വിട്ടിരിക്കുകയാണ്, എങ്ങനെ ചിന്തിക്കണം. ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് പാരസ്പര്യം, ഈ നിരന്തരം ദർശന സൗഹൃദം, പലപ്പോഴും ഇങ്ങനെ കാണുക എന്നൊക്കെ പറയുന്നത്, അത് ദൃഢത എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് അച്ഛനും അമ്മയുമായിട്ടുള്ളതും ഗുരുശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത്. അതിലൂടെയാണ് നമ്മളിതിനെ വീണ്ടും ഇതിനെ ഊതി ആ തപസ് ചെയ്ത് ഞാനിൻ്റെ മണ്ടയിൽ വെളിച്ചം വീശുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ സൂര്യൻ ഉദിക്കുന്നത്. പുറമേ ഉള്ള ദൈവമല്ല,
ആത്മാവ് എന്താണെന്ന് അറിയണം. ആത്മാവ് എവിടെ ഇരിക്കണമെന്ന് ആർക്കും അറിയില്ലല്ലോ. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഡ്രൈവർ എവിടെ ഇരിക്കണമെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ പറയുകയാണ് ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, എൻ്റെ പണം കൊണ്ട് ഞാൻ ജീവിക്കും, എൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കും, ഇങ്ങനെ പലതുമൊക്കെ നമ്മൾ പറയും. പക്ഷെ ഞാനാരാണ്? ഈ ഞാൻ എന്ന് പറയുന്ന ഈ തൊണ്ട് നമുക്ക് കാണാം, നമ്മുടെ ശരീരം കാണാം. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ബോധം എവിടെ ഇരിക്കുന്നു? ഈ ഇതിൻ്റെ വാച്ചിൻ്റെ കേന്ദ്ര ബിന്ദു എവിടെ ഇരിക്കുന്നു? ഈ ജീവൻ്റെ രാശി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ സത്യസ്വരൂപൻ എവിടെ ഇരിക്കുന്നു? ആ സത്യസ്വരൂപനെ കണ്ടെത്തിയ 2000 വർഷത്തിന് മുമ്പ് കണ്ടെത്തി ഒരു തലമാണ് ക്രിസ്തുദേവൻ്റെ. ഇത് അന്ന് കണ്ടെത്തിയിട്ട് ഇന്ന് കാര്യമില്ലല്ലോ. ക്രിസ്തു അന്ന് കണ്ടെത്തി. ക്രിസ്തു കണ്ടെത്തിയത് നമുക്ക് ജീവിതത്തിൽ പകരണ്ടേ, പകർന്ന് കിട്ടണ്ടേ? ഇന്ന് ശാരീരികമായി ബുദ്ധിമുട്ട് വന്നാൽ ആരെങ്കിലും റോഡ് സൈഡിൽ എന്തെങ്കിലും മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് വില ഇത് അവിടെ ചാള വില പറയും. അതൊരു കണ്ണാടിക്കൂട്ടിലാണെങ്കിൽ അവൻ ചോദിക്കുന്ന പണം കൊടുക്കും എന്ന് പറഞ്ഞല്ലേ. നമ്മൾ പഠിച്ച കാലത്തെ 1ാം ക്ലാസ്സിലെ ഇത് ഒരു സ്ലേറ്റും ഒരു പുസ്തകവും അല്ല ഇന്നത്തെ കുട്ടികൾക്ക്. 1ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ചെറിയൊരു പനിക്ക് 1000 വേണം. അതിന് നമ്മൾ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ശാരീരികമായി മാനസികമായി ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സംശയം അറിയണമെങ്കിൽ ഒരു ഇത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഒരു ജോത്സ്യൻ്റെ വീട്ടിൽ ചെന്ന് രാവിലെ ചെന്നിരിക്കണം. അവന് സമയമാവുന്നത് വൈകുന്നേരമായിരിക്കും. ആ വൈകുന്നത് വരെ ഇവൻ്റെ സമയം അത്രയും അവിടെ ഇതുമാതിരിയുള്ള ഗുരുവിൻ്റെ അടുത്ത് ചെല്ലില്ല. അവൻ ജോത്സ്യൻ്റെ അവിടെ രാവിലെ ചെന്ന് ഉച്ച കഴിഞ്ഞ ശേഷം അവൻ്റെ ദൗത്യം വരുമ്പോൾ ഇവൻ കവടി വെച്ച്, അവന് സ്വന്തമായിട്ട് പറയാൻ അറിയില്ല, കാര്യം ആ മസ്തകജ്ഞാനമില്ല, പുസ്തകജ്ഞാനമേ ഉള്ളൂ. ആരോ പറഞ്ഞ വഴി അനുസരിച്ച് നീ ആ കോവിലിൽ ചെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇന്നത് ചെയ്താൽ മതി, നിൻ്റെ പ്രശ്നം പരിഹരിക്കും. പക്ഷേ യവൻ തള്ളയെ തല്ലിയിട്ടാണ് വരുന്നത്. അതിൻ്റെ പരിഹാരം ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, ശരി ഓക്കെ. നാളെ അവൻ തള്ളയെ തല്ലാതെ ഇരിക്കണമെങ്കിൽ അതിനുള്ള അറിവ് അവിടെ കിട്ടും. അതുകൊണ്ട് ഇത്രയും പവിത്രമായ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ അത് നമ്മുടെ വിഷയമല്ല. ഇന്നലെ വരെ ഉള്ളത് നമുക്ക് ഇനി ഒന്നേന്ന് നമുക്ക് പോകാൻ കഴിയില്ല. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. പക്ഷേ ഏതോ മഹാകാര്യത്തിനാണ് എനിക്ക് പരിമിതികൾ തന്നിട്ടുള്ളത്. എനിക്കെന്ന് പറഞ്ഞാൽ ഏതു മനുഷ്യനും ഏതു ജീവജാലത്തിനും പരിമിതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അവന് വേണമെങ്കിൽ മേളോട്ട് ചിന്തിക്കുക. ഈ പരിമിതിയിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് തളരാതെ എന്നെ രക്ഷിക്കുന്ന ഒരു ശക്തി, ചൈതന്യ, അനുഗ്രഹം, അതായത് കാരുണ്യ അനുഗ്രഹമാണ് നമ്മെ ഇങ്ങോട്ട് പടച്ചു വിട്ടത്. അതിന് രൂപമില്ല ഈശ്വരന്. നമ്മളിവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മെഡിക്കലല്ല ഓക്സിജൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിട്ടുണ്ടോ? വായു. ഇനി നമ്മുടെ ശരീരം പഞ്ചതത്വമാണ്. അന്നം, അഗ്നി, ആകാശം, ഇങ്ങനെ 5 തത്വം. ഈ തത്വത്തിനകത്തിരിക്കുന്ന ചൈതന്യം എന്താണ്? അതാണ് ആത്മാവ്. അതിൻ്റെ പേരാണ് സത്യസ്വരൂപം. ആ സത്യസ്വരൂപത്തിൻ്റെ അവതാരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അറിഞ്ഞവൻ ആണെന്ന് അറിഞ്ഞതിന് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താ പറയുക, അമൃത് കൊടുക്കുകയാണ്. ഇത് പുസ്തകജ്ഞാനമല്ല. കാരണം ഇതൊക്കെ തപസ്സുള്ളതാണ്. തപസ് ചെയ്ത്
ഉണർത്തിയാൽ നാരിലയനം ചെയ്യുന്നവനെ കണ്ടെത്താൻ പറ്റും. നാരെന്ന് പറഞ്ഞാൽ നമ്മളെ കുണ്ടലിനി ശക്തിയാണ്, നട്ടലിൻ്റെ. അവൻ തലയിൽ ആളുള്ളവനാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അവൻ്റെ തലയിൽ ആള് താമസമില്ല എന്ന് പറയുന്നുണ്ട്. ഈ ആള് താമസം ഉള്ളവനാണ് വല്ല സ്വാമിയോ ഒരു ഗുരുനാഥനോ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതെല്ലാം എവിടെ ഇരിക്കുന്നു? ഏത് കമ്പ്യൂട്ടറിലിരിക്കുന്നു? തലയിലിരിക്കുന്നു. ആരെ തലയിൽ? അന്വേഷിക്കുന്നവൻ്റെ തലയിൽ ഇത് വെളിച്ചം കയറും. അന്വേഷിക്കാത്തവൻ്റെ തലയിൽ എന്ത്? ഇത് മങ്ങും. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ പള്ളിയിൽ ആഴ്ചതോറും പോകുന്നതിന് ഒരു പൊരുളുണ്ട് കേട്ടോ. ഞാൻ അതിനെ തള്ളിക്കളയില്ല. നമ്മൾ 5 ദിവസം കുളിക്കാതിരുന്ന രോമകൂപത്തിൽ കൂടി ഈ മാലിന്യം പുറത്തു വരുമല്ലോ, ഗ്യാസ് ഉണ്ടാവുമല്ലോ. അതുപോലെ ഈ ആഴ്ച നമ്മൾ സത്സംഗം കേട്ടു. അവിടെ സത്സംഗമാണ് പറയുന്നത്. കേട്ടു. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗുരുക്കന്മാരെ അടുത്തുനിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടേതായ പ്രശ്നമായിട്ട് നിങ്ങൾ വീണ്ടും ചെറുതാവുകയാണ്. വലിയവനെ മറന്നുപോയി. ആ പ്രതീക്ഷ മറന്ന് ആ നിരാശയിലേക്ക് ഇങ്ങനെ ഒരാഴ്ച നമ്മൾ പവർ കയറ്റിയിട്ട് പവർ സാധന ചെയ്യാതെ ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് പറ്റും? നമ്മളെ മൊബൈൽ ചാർജില്ല. പിന്നെ അമേരിക്കയിൽ വിളിക്കാൻ പറ്റില്ല, ആരെയും വിളിക്കാൻ പറ്റില്ല. നിരാശയായ പ്രതീക്ഷ കുറയുകയും നിരാശ കൂടുകയും ചെയ്യും. ഇത് രണ്ടും ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളറിയാത്ത അനന്തകോടി സിദ്ധികൾ, ശക്തികൾ, കാഴ്ചപ്പാടുകൾ, ഉണർവ്, വാക്കുകൾ, ഭാവനകൾ എല്ലാം ഓരോ ഒന്നിലുമുണ്ട്. ആ ഓരോ ഒന്നിനെയും തിളക്കണമെങ്കിൽ ഇതുമാതിരിയുള്ള എവിടെയെങ്കിലും നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ സ്വീകരിക്കുക.